Next, we will see how to access the data. അപ്പോൾ ഡേറ്റ നമ്മൾ ഡേറ്റ സ്ട്രക്ചറിൽ ഒന്നുകിൽ സീരീസ് അല്ലെങ്കിൽ ഡേറ്റ ഫ്രെയിമിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ നോക്കാം. സോ we will see how to access the column first, then we will see how to access the rows. അപ്പം നമ്മൾ എടുക്കുന്ന obj3 എന്ന് പറയുന്ന വേരിയബിൾ ഒരു ഡേറ്റ ഫ്രെയിം ഉണ്ട്. ഡേറ്റ ഫ്രെയിമിലെ ഡേറ്റ എങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കാം. So if you see obj3, you can see that obj3 has got 3 columns: state, year and accidents. അപ്പം ആക്സിഡൻസ് എന്ന് പറയുന്ന കോളം മാത്രം മതിയെങ്കിൽ യു ക്യാൻ ടൈപ്പ് obj3 ഓഫ് ആക്സിഡൻസ്. അപ്പം ഇത് ഡിക്ഷണറിയിൽ ഒരു കീ നമ്മൾ ആക്സസ് ചെയ്യുന്ന അതേ സെയിം നൊട്ടേഷനാണ്. ഡിക്ഷണറി ഡേറ്റ സ്ട്രക്ചറിൽ കീ വാല്യൂ പെയറിൽ കീ ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ട് വാല്യൂ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പം അതേ കൺസെപ്റ്റ് തന്നെയാണ് ഡേറ്റ ഫ്രെയിമിൽ നിന്നും ഒരു കോളത്തിന്റെ വാല്യൂ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. obj3 ഓഫ് കോഡ്സിൽ കോളം നെയിം കൊടുക്കുക. അപ്പം ആ കോളത്തിലുള്ള വാല്യൂസ് റിട്ടേൺ ചെയ്യും. സോ obj3 ഓഫ് ആക്സിഡൻസ് എന്ന് പറഞ്ഞപ്പം ആക്സിഡൻസ് കോളത്തിലുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതൊരു ആട്രിബ്യൂട്ട് ആയിട്ടും യൂസ് ചെയ്യാം. obj3 ഡോട്ട് ആക്സിഡൻസ് എന്ന് കൊടുത്താലും സെയിം തിങ് റിട്ടേൺ ചെയ്യും. അപ്പോൾ എനിക്ക് there are two ways of accessing the data or two ways of accessing the columns. One is through dictionary like notation and another one is through attribute. The attribute should be the name of the column. So if I run this, you can see that same data is printed. ഇനി നമുക്ക് ഇത് നമ്മൾ കോളമാണ് പ്രിന്റ് ചെയ്തത്. ഇപ്പം ആക്സിഡൻസിന് വരെ ഇയർ വേണമെങ്കിൽ ഐ ക്യാൻ റൈറ്റ് obj3 ഡോട്ട് ഇയർ അല്ലെങ്കിൽ obj ഓഫ് ഇയർ എന്ന് കൊടുത്താൽ മതി. ഇനി റോ വൈസ് ഡേറ്റ വേണമെങ്കിൽ നമുക്ക് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട് LOC സ്റ്റാൻഡ്സ് ഫോർ ലൊക്കേഷൻ. അപ്പം obj3 ഡോട്ട് LOC ഓഫ് ഇൻഡെക്സ് കൊടുക്കുവാണെങ്കിൽ ആ ഇൻഡെക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. 0 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ. അപ്പോൾ ഫസ്റ്റ് റോയിലുള്ള ഡേറ്റ പ്രിന്റ് ചെയ്യും. സോ ഇഫ് ഐ റൺ ദിസ്, യു ക്യാൻ സീ ദാറ്റ് ഫസ്റ്റ് റോ എന്ന് പറയുന്നത് സ്റ്റേറ്റ് കേരള, ഇയർ 2015 ആൻഡ് ആക്സിഡൻസ് 1240. കേരള 2015 1240 അതാണ് ഞാൻ പ്രിന്റ് ചെയ്തത്, വിച്ച് ഈസ് ഇൻ ഇൻഡെക്സ് 0. നമുക്ക് ഒന്നിൽ കൂടുതൽ ഇൻഡീസസ് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു ലിസ്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. ലൊക്കേഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൽ ലിസ്റ്റ് ആയിട്ട് ഐ ക്യാൻ ഗീവ് 0 and 1. ഇതിൻ്റെ കൂടെ ഏതൊക്കെ കോളം വേണമെന്ന് എനിക്ക് സ്പെസിഫൈ ചെയ്യാനും പറ്റും. അത് കോമ ഇട്ടിട്ട് പ്രൊവൈഡ് ചെയ്യാം ആസ് എ ലിസ്റ്റ്. സോ ഞാൻ അല്ലാതെ ഒന്നിൽ കൂടുതൽ ഇൻഡെക്സ് കൊടുക്കുവാണെങ്കിൽ, ഇപ്പോൾ 0-ഉം 1-ഉം ആണ് കൊടുക്കുന്നെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് 2 ആക്സിഡൻസ് ഫോർ ടോട്ടൽ നമ്പർ ഓഫ് ആക്സിഡൻസ് ഫോർ 2 years. 0, 1, 2 കൊടുക്കുവാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് ടോട്ടൽ നമ്പർ ഓഫ് ആക്സിഡൻസ് ഫോർ 3 years 2015, 16 and 17. ഇതിൽ സ്റ്റേറ്റ് ഇയറും ആക്സിഡൻസും മതിയെങ്കിൽ ഞാൻ അതൊരു കോമ ഇട്ടിട്ട് നെക്സ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് ഐ വിൽ ബി ഗെറ്റിംഗ് ദ സ്റ്റേറ്റ് ആൻഡ് ആക്സിഡൻസ്. സ്റ്റേറ്റ് ഇയറും മതിയെങ്കിൽ ഐ ക്യാൻ ഗീവ് ലൈക്ക് ദാറ്റ്, ഓർ ഇഫ് ഐ വാണ്ട് സ്റ്റേറ്റ് ആൻഡ് ആക്സിഡൻസ് or year and accidents, you can give also like that. For state to accidents മാത്രം മതിയെങ്കിൽ you can give it as in the next argument, which should be given as a list. That is also possible. So accessing columns is like accessing dictionary keys. Accessing rows is like using the attribute LOC. LOC stands for location. Location argument ആയിട്ട് you should give the index of the row. Index starts from 0. That is important. We have seen how to access the data row wise and column wise. Next we will see how to modify the columns and rows. So we will start from the columns. അപ്പോൾ എനിക്ക് പുതിയൊരു കോളം ആഡ് ചെയ്യണം. ഈ obj3 എന്ന് പറയുന്ന സെയിം ആക്സിഡൻറ്റ് ഡേറ്റ ഉള്ള ആ ഡേറ്റ ഫ്രെയിമിലോട്ട് പുതിയ കോളം ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. സോ വാട്ട് ഐ ക്യാൻ ഡു ഈസ് ഐ ക്യാൻ റൈറ്റ് എൻ്റെ ന്യൂ കോളത്തിൻ്റെ പേര് ന്യൂ കോളം എന്നാണ്. സോ obj3 ഓഫ് ന്യൂ കോളം ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഇഫ് ഐ ഗീവ് ലൈക്ക് ദിസ്, എ ന്യൂ കോളം വിൽ ബി ആഡഡ് ടു ദാറ്റ് ടേബിൾ ആൻഡ് ഓൾ ഓഫ് ദ എലമെന്റ്സ് ഓഫ് ദാറ്റ് കോളം വിൽ ബി ഇനീഷ്യലൈസ്ഡ് ടു 0.
അപ്പം 0 അല്ല, എനിക്ക് വേറെ ഓരോന്നിനും ഓരോ വാല്യൂ കൊടുക്കണമെങ്കിൽ ഐ ഷുഡ് റൈറ്റ് ദ ലോജിക് ലൈക്ക് ദാറ്റ്. പൈത്തൺ ലോജിക് വെച്ചിട്ട് എനിക്ക് ലോജിക് മാറ്റി എഴുതാം. പക്ഷെ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ all the elements are assigned the value 0. So if I assign this and run this, you can see that I have a new column called new column with all the values as zeros. That is about adding a new column. And if you want to remove a new column, what you need, there is a method called del. Del stands for delete. Delete obj3 of new column. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ that will be removed. So if I run this, you can see that I got the same table back. ഇനി ഇതിൽ നമുക്ക് പുതിയ ഡേറ്റ ആഡ് ചെയ്യാനും പറ്റും, പുതിയ റോ ആഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് വി വിൽ സീ ലേറ്റർ.